പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം പോസ്റ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് നൈസായിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് കമ്പനികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 499 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 500 ആവുന്ന നിമിഷമാണ്. അവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 500 ആവുന്ന നിമിഷമാണ്. 501 ആയിട്ടുണ്ട്. എന്താ പേരെന്താ? അരുൺ. എൻ്റെ പേരെന്താ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. പാലക്കാട് മുതൽ പൊള്ളാച്ചി വരെയാണ് യാത്രയുടെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് നമ്മൾ പോകുന്ന ബസ്സാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. അതായത് അതിൻ്റെ റൂട്ട് ഇതാണ്. ഈ ഒരു ബസ്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് KSRTC ആണ്. പാറ, കൊഴിഞ്ഞാമ്പാറ വഴി നേർവഴി പൊള്ളാച്ചി. അപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ കയറിയിട്ട് പൊള്ളാച്ചി വരെയുള്ള ഒരു യാത്രയാണ്. എന്തായാലും നമുക്ക് പോകാനുള്ള ഒരു ബസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കയറിയപ്പോൾ തന്നെ പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നൈസായിട്ട് നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ, അതായത് പാലക്കാട് ടൗണിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്തവർക്കായിട്ട് നൈസായിട്ട് ആ ഒരു ടൗണിനെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ വലത്തെ ഭാഗത്ത് കാണുന്നതാണ് ഒരുപാട് പ്രശസ്തമായ പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ട വരുന്നത്. അതുപോലെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നതാണ് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് നേരെ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്നും കുറച്ച് നേരം പോസ്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ് അവിടെ നിർത്തിക്കൊണ്ട് ആളെ എല്ലാം കയറ്റി നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ റോഡിൻ്റെ ഇടതേ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടാണ്. ഒരുപാട് പ്രശസ്തമായ മലമ്പുഴ ഡാമിലേക്ക് പോകുന്ന ഒരു വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ചന്ദ്രനഗർ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾ ഹൈവേയിലേക്ക് ജോയിൻ ചെയ്തിട്ട് നേരെ പോകുന്ന റൂട്ടാണ് കോയമ്പത്തൂർ. റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളാച്ചി. നമ്മൾ പോകുന്നത് നേരെ പൊള്ളാച്ചിയിലേക്ക്, വെച്ചലക്കം. അതുപോലെ തന്നെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ വലതേ ഭാഗത്ത് കാണുന്ന ആ ഒരു ഗേറ്റാണ് എന്നെ കുറേ കാലം പുറകോട്ട് ചിന്തിപ്പിച്ചത്. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പാലക്കാട്, ഞാൻ അവിടെയാണ് പഠിച്ചത്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു പരിസരം കാര്യങ്ങളും നന്നായിട്ട് അറിയാം. ഞാനൊരു 3 വർഷത്തോളം അവിടെ വെലസി നടന്നൊരു വ്യക്തി കൂടി ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ ഈ റൂട്ട് പൊള്ളാച്ചിക്ക് ഒരുപാട് തവണ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാനുണ്ട്. അങ്ങനെ നമ്മൾ പാറ കഴിഞ്ഞ് കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൽ ഒരു 5 മിനിറ്റോളം നേരം ബസ് നിർത്തിയിട്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് യാത്ര നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ടിൽ ഇപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നതാണ് ഈ ഒരു റൂട്ടിലുള്ള മെയിൻ ആയിട്ടുള്ളൊരു ചെക്ക് പോസ്റ്റ്, ഗോപാലപുരം ചെക്ക് പോസ്റ്റ്. അതായത് കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഈ ഒരു റൂട്ടിലെ ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത് നേരെ തമിഴ്നാട്ടിലേക്കാണ്. വെൽക്കം ടു തമിഴ്നാട്. അങ്ങനെ നമ്മൾ അതിർത്തിയെല്ലാം കടന്ന് നേരെ മുന്നോട്ട് പോകുമ്പോൾ മുന്നിൽ കാണുന്നതാണ് തമിഴ്നാട് RTOയുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. വലിയ ഫോർമാലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് റൂട്ട് നടത്തുന്ന സ്റ്റേറ്റ് ബസ്സാണ്, നോ പ്രോബ്ലം. നേരെ വെച്ച് അലക്കിയേക്കാം. അങ്ങനെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. പൊള്ളാച്ചി തമിഴ്നാടിൻ്റെ ഒരുപാട് കൃഷിയിടങ്ങളും തെങ്ങും തോപ്പുകളും ഒരുപാട് എന്താ പറയുക മനോഹരമായ പ്രകൃതിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് പൊള്ളാച്ചി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ 2 സൈഡിലും നല്ല ഒരുപാട് തെങ്ങും തോപ്പുകൾ കാണാൻ കഴിയും. നമുക്ക് ഇതിലും മനോഹരമായിട്ടുള്ള തെങ്ങും തോപ്പുകൾ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, കേരളത്തിലേക്കായാലും പുറത്തേക്കാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ ഇളനീര്, കരിക്ക്, പിന്നെ ഈ തേങ്ങ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇവിടെ നിന്നാണ് ലോഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെങ്ങും തോപ്പുകൾ നമുക്ക് ഈ ഒരു വഴിയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു തെങ്ങും തോപ്പുകളും കൃഷിയിടങ്ങളും പാടങ്ങളും എല്ലാം ഈ ഒരു പ്രകൃതിയിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ച കാണട്ടെ. അങ്ങനെ നമ്മൾ ആ ഒരു കൃഷിയിടങ്ങളും പാടങ്ങളും തെങ്ങും തോപ്പുകളും എല്ലാം കണ്ടുകൊണ്ട് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പാടങ്ങളായാലും തെങ്ങും തോപ്പുകളായാലും ഒരുപാട് ഈ ഒരു പ്രകൃതിക്ക് അരിഞ്ഞി കൊടുക്കുന്ന ആ ഒരു ഭംഗി എന്നൊക്കെ പറയുമ്പോൾ ഒരു രക്ഷയില്ല. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. 2 സൈഡാണല്ലോ. പൊള്ളാച്ചി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ പച്ചക്കറിയുടെ കലവറ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് ലോഡ് വരുന്നത്, പച്ചക്കറി ഐറ്റംസുകളൊക്കെ ലോഡ് വരുന്നത് ഇവിടം കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം വിളയുന്ന ഭൂമിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക ഭംഗി, ഒരു പ്രത്യേക വൈബ്. നേരെ മുന്നോട്ട് പോയിക്കിട്ടേ. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി എത്തിയിട്ടുണ്ട്. ആ ഒരു ഈവനിങ് ടൈമിലുള്ള ഒരു തിരക്ക് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ സ്റ്റാൻഡിലേക്കാണ് ബസ് എടുക്കുന്നത്. അവിടെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം അടുത്ത യാത്ര പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ മറക്കണ്ട, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം കൂടി അടിച്ച് പൊളിച്ചോളാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.